എമ്പുരാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാർ ഭീഷണി ചൂണ്ടിക്കാട്ടിയതോടെ ക്ഷുഭിതനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം.പി. എമ്പുരാൻ സിനിമയെക്കുറിച്ച് സംസാരിച്ചതോടെ കേരള മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ പരാമർശിച്ച സുരേഷ് ഗോപി പ്രകോപിതനാകുകയായിരുന്നു. എമ്പുരാൻ സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുന്നതും കേരളം വർഗീയത ചെറുക്കുന്ന നാടാണെന്ന് ചൂണ്ടിക്കാണിച്ചതുമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ, പേടിക്കണ്ട. സിനിമയിൽ റീ എഡിറ്റ് ചെയ്യാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രതികരിച്ച സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രിയുടെയും കൈരളിയുടെയും ചെയർമാന്റെയും പേരടക്കം ചർച്ചയിലേക്ക് വലിച്ചിഴച്ചു. Two films. Does Mr. Britas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എം.പി. തന്റെ പേര് പരാമർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷുഭിതനായ സുരേഷ് ഗോപിയാണ് സഭാ മര്യാദകൾ പൂർണ്ണമായും ലംഘിച്ച് സിനിമയെ വെല്ലുന്ന പ്രകടനം രാജ്യസഭയിൽ കാഴ്ചവെച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.